എനിക്കൊരു കാര്യത്തിലും അവകാശവാദമില്ല. ആദ്യം മാറ്റേണ്ടത് ഖാദർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലില്ല. നമുക്കൊരാളെ പരിഹസിക്കാൻ എന്തെല്ലാം പദങ്ങൾ ഉപയോഗിക്കാം. ഞാൻ കണക്കപ്പള്ളി തന്നെയാണ്, പക്ഷേ ജീവിതത്തിൻ്റെ കണക്ക് തെറ്റിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗവൺമെൻറ് ജോലി, ഞാൻ വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നും ആയിട്ടുണ്ടോ. ഒരു ലെജൻഡായിരുന്നു. എന്തിനും ഏതിനും പോകുന്ന ഒരു കൂട്ടം. അവിടെ നിന്നാണ് എൻ്റെ കളരി തുടങ്ങുന്നത്. അതിൽ മേതിൽ ദേവിയൊക്കെ അഭിനയിച്ചു. പറയാൻ പറ്റില്ല അത്, കാരണം അക്കൗണ്ടിന്റെ മലയാളം എന്തുവാ? അക്കൗണ്ടിന്റെ മലയാളം കണക്കപ്പിള്ള. ഉത്തമം, ഉദാത്തം, വിജയ ജ്വല്ലറി. എന്തെങ്കിലും രീതിയിൽ അബദ്ധം വെച്ചാൽ അങ്ങനെ അബദ്ധം. പക്ഷെ അന്നും ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല. VHS കാസറ്റില് നമ്മുടെ ഫിലിം കാസറ്റ് അന്ന് അതല്ലേ ഉള്ളൂ. ആ പോയ തന്നെ. പിന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് മാറിയിട്ടില്ല. സിനിമാഭിനയം ഞാനൊരു 5-8 സിനിമയിൽ അഭിനയിച്ചു. അത് ആദ്യം അഭിനയിച്ചത് അറിയാലോ, ഞാൻ ഗൾഫിൽ തന്നെയാണ്, അറബിക്ക. പിന്നെ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ മമ്മൂക്ക വിളിച്ചു തന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ. എവിടെയായിരുന്നെങ്കിൽ നമ്മൾ എന്താകുമായിരുന്നു? ഇറ്റ് ഡിപ്പെൻസ്. നമ്മുടെ കാലം, സമയം, തലവര, ഇതൊക്കെ അതിന് ബന്ധപ്പെട്ട് കിടക്കുന്നു. മെയ് മാസത്തിലാണ് UAE-യിലെ ആദ്യത്തെ മലയാളം റേഡിയോ സ്റ്റേഷൻ പിറവിയെടുക്കുന്നത്. KPK വേങ്ങര എന്ന കണ്ണൂരുകാരനായിരുന്നു അന്നതിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ. ഇന്ന് ജെംസ് ഓഫ് എമിറേറ്റ്സിൽ നമ്മുടെ കൂടെ അതിഥിയായുള്ളതും KPK വേങ്ങരയാണ്. UAE-യിലെ ആദ്യത്തെ മലയാളം റേഡിയോ സ്റ്റേഷന്റെ പിറവിയും ഒപ്പം KPK വേങ്ങരയുടെ ജീവിതയാത്രയും നമുക്കിന്ന് ജെംസ് ഓഫ് എമിറേറ്റ്സിൽ കാണാം. നമസ്കാരം, ജെംസ് ഓഫ് എമിറേറ്റ്സിലേക്ക്. താങ്ക് യു, വളരെ സന്തോഷം. KPK 3 അക്ഷരങ്ങളിൽ മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന പേരാണ്. എന്തൊക്കെയുണ്ട്, എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഞാൻ ഇത്തവണ ഷാർജ ഇൻ്റർനാഷണൽ പുസ്തകോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം വരണം എന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇത്തവണ വന്നു, വളരെ സന്തോഷം. ഇപ്പോൾ ഒരു ബുക്ക് എന്തോ പ്രകാശനം ചെയ്തു. അതാണ് വരാനുള്ള പ്രത്യേക കാരണം. അത് എൻ്റെ കാലവും ശബ്ദവും എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കൾ, അതായത് അക്ഷരക്കൂട്ടം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. സംഘടന എന്ന് പറഞ്ഞാൽ നേരത്തെ സാഹിത്യ സംരംഭം ഒക്കെ പെടുന്ന ഒരു സംഘടന. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ രജത ജൂബിലിയാണ്. ഞാൻ കൂടെ ഉൾപ്പെടുന്ന, പ്രത്യക്ഷമായും പരോക്ഷമായും അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അവരൊരു പുസ്തകം ഇറക്കി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട, കാരണം അതിനൊന്നും അത്രക്കൊന്നും ഞാനില്ല. പക്ഷെ അവർ നിർബന്ധപൂർവ്വം അത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ രജത ജൂബിലി വർഷമായി ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായാണ് ഈ പുസ്തകം. അപ്പോൾ ആ പുസ്തകം അവരുടെ കൂടെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവ സാക്ഷ്യങ്ങൾ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ്. അതല്ലാതെ അതിൽ എൻ്റേതായ ഒരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ KPKയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പ്രവാസികളുടെ മനസ്സിൽ അവർ കേട്ട ആദ്യത്തെ ശബ്ദമാണ്, അതായത് റേഡിയോയിലൂടെ അവർ കേട്ട ശബ്ദങ്ങളിലൊന്നാണ്, ആദ്യം കേട്ട ശബ്ദങ്ങളിലൊന്നാണ്. അതിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ആരായിരുന്നു താങ്കൾ ശരിക്കും? ഞാൻ നാട്ടിലേതാണെങ്കിൽ ഞാൻ 8-ാം വയസ്സിൽ ആദ്യം നാടകം അഭിനയിച്ച ആളാണ്. പിന്നെ ചെറുങ്ങനെ പാടും, താളവാദ്യങ്ങൾ ഉപയോഗിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. പക്ഷേ എൻ്റെ സ്കൂൾ ജീവിതത്തിലുണ്ടായ സാഹിത്യ സമാജം ഉൾപ്പെടെയുള്ള പാട്ട്, പ്രസംഗം, അങ്ങനെ മോണാക്ട്, പിന്നീട് കോളേജ്, ഹൈസ്കൂൾ, കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ നാടകവും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടായിരുന്നു. നാടകമായിരുന്നു എൻ്റെ ഊർജം. അപ്പോൾ അങ്ങനെ പിന്നെ വിദ്യാഭ്യാസവും സമാന്തരമായി എൻ്റെ കലയും ഞാൻ കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നാട്ടിലും നല്ല ശബ്ദം എൻ്റെ ഒരു വലിയ ഭയങ്കര അനുഗ്രഹമാണ്. അത് അന്നും ഇന്നും എല്ലാ കാലത്തും. അതായത് കുഞ്ഞപ്പ വട്ടാനൂർ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ കവിയുണ്ടല്ലോ, അദ്ദേഹം രചിച്ച ഒരു നൃത്തനാടകം, അതിൻ്റെ ഇൻട്രോയും അതുപോലെ അതിൻ്റെ നറേഷൻസ് കംപ്ലീറ്റ് എൻ്റെ ശബ്ദത്തിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ണൂർ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഇത് മതി എനിക്ക്. പക്ഷേ ആ ഒരു അനുഗ്രഹം, ആ ഒരു നിയോഗ പോലെ പിന്നീട് എനിക്ക് എൻ്റെ ശബ്ദ വഴികളിൽ എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ നാട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ബാങ്കിലല്ലേ, ഗ്രാമീണ ബാങ്ക്. എന്തായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത്? ഞാൻ സാധാരണ ഒരു ക്ലർക്കായിട്ട്, അക്കൗണ്ടൻ്റായിട്ട് ചെയ്തിരുന്നു. പിന്നെ ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇന്ന വർക്ക് എന്നല്ല, നമ്മൾ കാഷ്യർ ആവണം, അങ്ങനെ റൊട്ടേറ്റിംഗ് ആണ് വർക്ക്. അപ്പോൾ എല്ലാ വർക്കും നമ്മൾ ചെയ്യും. അതാണ്. ഞാൻ ഇടയ്ക്ക് അധ്യാപക പരിശീലനം നടത്തി ഒരു അധ്യാപകനാകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതൊക്കെ പക്ഷേ
അതിനിടയിൽ ബാങ്കിൽ കിട്ടിയപ്പോൾ പിന്നെ ബാങ്കിൽ വന്നു. അങ്ങനെ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം പണ്ടേ എൻ്റെ മുട്ടം വെങ്ങര എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ഗൾഫാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഗൾഫിലുള്ളവരാണ്. അപ്പോൾ അവർ പറഞ്ഞു KPK ഞങ്ങൾ കൊണ്ടുപോകാം. ഞാൻ ആദ്യം നിഷേധിച്ചായിരുന്നു. പിന്നെ അവർ നിർബന്ധപൂർവമാണ് എന്നെ ഗൾഫിലേക്ക് വന്നത്. അവരുടെ കമ്പനിയിൽ, അതായത് കുഞ്ഞാമുക്ക എന്നെ കൊണ്ടുവന്ന ആൾ എൻ്റെ അയൽവാസി ജ്യേഷ്ഠ സഹോദരനാണ്, അത്രയും ആത്മബന്ധമുള്ളവരാണ്. അപ്പോൾ അവർ നിർബന്ധപൂർവ്വം എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം അവിടെ വാങ്ങിച്ചു തരാം, അതുകൊണ്ട് നീ നിർബന്ധമായും വരണം എന്നുകൊണ്ട് പരിചയപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇവിടുന്ന് മെഡിക്കൽ ലീവ് എടുത്തിട്ടാണ് പോയത്. എൻ്റെ വൈഫ് നേഴ്സായതുകൊണ്ട് അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. പക്ഷേ പിന്നെ ഇവിടുന്ന് വീണ്ടും നിർബന്ധപൂർവ്വം തിരിച്ചു വരുമ്പോൾ ഞാൻ തിരിച്ചു വന്ന് വീണ്ടും ലീവ് എടുത്ത് പോയി. പക്ഷേ അവർ എന്നെ പോകാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ ബാങ്ക് റിസൈൻ ചെയ്ത് പിന്നെ ഇവിടെ തന്നെ ജോലി. പിന്നീട് എപ്പോഴെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഈ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ഒരു ജോലിയാണ്. അല്ല, അത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികമാണത്. പക്ഷെ അതിൽ കുറ്റബോധം തോന്നിയിട്ടില്ല. നമുക്കൊന്നും അറിയില്ലല്ലോ. ഈഫ് എന്നൊരു പദമില്ലേ ജീവിതത്തിൻ്റെ മേഖലകളിൽ നമ്മൾ ഏറെക്കുറെ ബന്ധപ്പെടുന്ന ഒരു പദം. ആയിരുന്നെങ്കിൽ, ഇഫ് ഐ വർ യു, ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ, ഞാൻ അതായിരുന്നെങ്കിൽ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവിടെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗവൺമെൻറ് ജോലി, ഞാൻ വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നും ആയിട്ടുണ്ടോ. ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി. കലാരംഗത്ത് ഒരു പക്ഷേ സാന്നിധ്യം എത്രത്തോളം വ്യക്തമായിട്ട് പതിപ്പിക്കാൻ കഴിഞ്ഞേക്കില്ല, പറയാൻ പറ്റില്ല അത്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. പിന്നീട് ചാനലുകൾ വന്നു. ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് പിന്നെ ആദ്യമായിട്ട് പോയത് കോഴിക്കോട് ആകാശവാണിയിലാണ് ഒരു വിദ്യാഭ്യാസ പരിപാടിക്ക്. പക്ഷെ പിന്നീട് റേഡിയോൻ്റെ സാധ്യതയുണ്ട്. കണ്ണൂർ FM വന്നു. അവരിപ്പോഴും ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അവർ ചില പ്രോഗ്രാംസിന് എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എവിടെയായിരുന്നെങ്കിൽ നമ്മൾ എന്താകുമായിരുന്നു? ഇറ്റ് ഡിപ്പെൻസ്. നമ്മുടെ കാലം, സമയം, തലവര ഇതൊക്കെ അതിന് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു. ഏത് വർഷത്തിലാണ് ഗൾഫിലേക്ക് വരുന്നത്? 1982. അന്ന് എങ്ങനെയാണ് വരുന്നത് ഇങ്ങോട്ട്? ഞാൻ ഖാദർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു മൾട്ടിനാഷണൽ. അല്ല, ഞാൻ റൂട്ടാണ് ചോദിക്കുന്നത്. ഫ്ലൈറ്റ് ആണോ? ഫ്ലൈറ്റ് എങ്ങനെയാണ്? മുംബൈ ഡയറക്റ്റ് ഉണ്ടോ? മുംബൈ ഇല്ല, അന്ന് ഡയറക്റ്റ് ഇല്ല. ഞാൻ ആദ്യമായിട്ട് വരുന്നത്, ഞാൻ പണ്ട് ആ കാലത്തൊക്കെ വിസ എടുത്തിട്ട് വരുന്നവർ ചവിട്ടിക്കേറ്റിയിലൊക്കെ വരുന്ന അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതൊന്നുമില്ല. EMI ഫോമിന് വേണ്ടി ഞാൻ ബോംബെയിൽ വെയിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ കമ്പനി അയച്ചു തന്നു. ഞാൻ ഫസ്റ്റിൽ വരുന്ന കാത്തെ പസഫിക്കിനാണ്. കാത്തെ പസഫിക് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഫ്രാൻസ്. കാത്തെ പസഫിക്കിനാണ് ഞാൻ ഫസ്റ്റിൽ വരുന്നത്. അതും ലാസ്റ്റ് പാസഞ്ചറാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നല്ല സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ആദ്യത്തെ അത്ഭുതമാണ് എനിക്ക്. ഞാനാണെങ്കിൽ സാധാരണ അക്കാലത്ത് ഈ ഗൾഫിലേക്ക് വരുമ്പോൾ വലിയ രസമാണ്. വാച്ച്, മോതിരം എല്ലാം അവിടെ വെച്ചു. പഴയ ഷർട്ട്, പാൻറ്റ്, ഒരു ഹവായി ചപ്പൽ, അല്ലെങ്കിൽ ഒരു പഴയ ബാഗ്, ഇതൊക്കെ ആയിരിക്കും സാധാരണ ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുന്നത്. ഇവിടെ സ്വർണം വരാൻ വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനും അതിൽ നിന്ന് വ്യത്യസ്തനൊന്നല്ല. പക്ഷെ ഞാൻ ആ രീതിയിലല്ല. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേഷത്തിൽ തന്നെയാണ് വന്നത്. എവിടെ ഇറങ്ങുന്ന എയർപോർട്ട് ദുബായ് എയർപോർട്ട്. ഇപ്പോൾ വരുമ്പം എന്നോട് നമ്മളെ ഏജൻറ് ഉണ്ടാവുമല്ലോ. ഏജൻറ് മീൻസ് നമ്മളെ ഈ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ അയക്കുന്ന ആൾ. അവരെനിക്ക് 10 ദിർഹംസ് എടുത്ത് വന്നു. ഇത് മതി, ഇതിന് എയർപോർട്ടിൽ ഇറങ്ങി പുറത്തിറങ്ങിയാൽ 10 രൂപയ്ക്ക് ഖാദർ റൗണ്ട് അബൌട്ടിൽ പോവുക. അവിടെ പിന്നെ സ്വീകരിക്കാൻ ആളുടെ അതേപോലെയാണ്. ഇന്നത്തെ പോലെ എയർപോർട്ടിൽ ആൾ കൂട്ടാൻ പറ്റുന്നില്ല. അന്ന് ടാക്സി ഇറങ്ങിയിട്ട് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഖാദർ ഹോട്ടൽ മലയാളികൾ ഒരുപാട് കേട്ടൊരു ഹോട്ടലാണ്. മലയാളി പ്രവാസ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഹോട്ടലിലേക്ക് എങ്ങനെയാണ് വരുന്നത്? എവിടെ ആദ്യം മാറ്റേണ്ടത് ഖാദർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലില്ല, ഐഷ റെസ്റ്റോറൻ്റാണ്. ഖാദർ സേട്ടു ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുക. സേട്ടു നടത്തുന്ന സേട്ടുവിൻ്റെ ഹോട്ടലായതുകൊണ്ട് അത് ഖാദർ ഹോട്ടലായി, ഖാദർ റൗണ്ട് അബൌട്ടായി. അങ്ങനെയാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോട്ടലാണത്. അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് വന്ന് സ്ഥാപിച്ച ഹോട്ടലാണ് ഐഷ. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരാണ് ഐഷ. അതിൻ്റെ സ്മരണാർത്ഥമാണ് ആ ഹോട്ടൽ ഉണ്ടാക്കിയത്. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവിടെ ഇലക്ട്രോണിക്സിൻ്റെ അന്ന് കിങ്ങാണ് ഖാദർ സേട്ടു. ഖാദർ സെൻറ്റർ, ഖാദർ സ്റ്റോഴ്സ്, അങ്ങനെ ആ സബുക്ക ഏരിയയിലുള്ള മിക്ക ഇലക്ട്രോണിക് ഷോപ്പും അദ്ദേഹത്തിൻ്റെ അധീനതയിലുണ്ടാണ്. പല ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെയും സോൾ ഏജൻസി ഉണ്ട്. HMTൻ്റെ ഒക്കെ സോൾ ഏജൻസി, പിന്നെ സോൾട്ടിൻ്റെ ഏജൻസി, അങ്ങനെ ഒത്തിരി
പിന്നെ വലിയ വലിയ കമ്പനികളായിട്ട് പിന്നെ അൽഫത്തൈമൊക്കെ ആയിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. എല്ലാ കമ്പനികളായിട്ട്, ഇലക്ട്രോണിക് കമ്പനികളായിട്ട് നല്ല കോൺട്രാക്റ്റ്. ഹിറ്റാച്ചിൻ്റെ, ഇറോസ് ഇലക്ട്രിക്കൽസ് എല്ലാവരെയായിട്ട്. അപ്പോൾ അതാണ് അവിടെ ഞാൻ ഓഫീസിൽ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ആദ്യം വരുന്നത്. ഇപ്പം സാധാരണഗതിയിൽ മറ്റു പലരും അക്കൗണ്ടൻ്റെ മലയാളം എന്തുവാ? അക്കൗണ്ടന്റ് മലയാളം കണക്കപ്പിള്ള. അങ്ങനെ പരിഹസിച്ച് നമുക്ക് പറയാം. നമുക്കൊരാളെ പരിഹസിക്കാൻ എന്തെല്ലാം പദങ്ങൾ ഉപയോഗിക്കാം. ഞാൻ കണക്കപ്പിള്ള തന്നെയാണ്, പക്ഷേ ജീവിതത്തിൻ്റെ കണക്ക് തെറ്റിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിന്റെ കണക്ക് തെറ്റിയിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമുക്കിനി അതിലേക്ക് വരികയാണെങ്കിൽ, ആ സമയത്ത് നമ്മൾ ഖാദർ ഹോട്ടലിനെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. പല ആളുകൾക്ക് സഹായം ചെയ്യുന്ന ഒരു ഹോട്ടലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ സഹായം അന്വേഷിച്ച് മുന്നിൽ വരികയും അയാൾ പിന്നെ ഒരു പ്രവാസ ലോകത്തൊരു അതിപ്രഗത്ഭനായി മാറുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രശസ്തനായി മാറുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഈ ഹോട്ടലിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾക്ക് അതൊക്കെ ഞാൻ വരുന്നതിന് മുമ്പേ അദ്ദേഹം ഒരുപടി ആളുകൾ, കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നു 60കളിൽ തന്നെ അദ്ദേഹം ഇവിടെയുണ്ട്. അപ്പോൾ ഗോർഫഖാനിലൊക്കെ ഈ പിന്നെ വരുന്ന ആളുകളില്ലേ, അത് ഗോർഫഖാനിലൊക്കെ വരുന്ന ആളുകളെ പിന്നെ തൊഴിലന്വേഷിച്ച് വരുന്നവർക്ക് കഞ്ഞിയും അതിൽ താമസിക്കാനിടും ഇതൊക്കെ അദ്ദേഹം കൊടുത്തിരുന്നു. അങ്ങനെ ഒരുപടി ആളുകൾക്ക് ജീവിതം നൽകിയൊരു മനുഷ്യനാണ്. ഒരാളോടും ഒരാൾ വന്നാൽ നോ പറഞ്ഞില്ല. അതാണ് അദ്ദേഹം. ഒരു ലെജൻഡായിരുന്നു. ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെ ഞാൻ കണ്ടു. അത്ര നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം പിന്നീട് അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം മരിച്ചു. അത് പിന്മുറക്കാരുടെ അതിന്റെ ശേഷം എനിക്ക് അറിയില്ല, വ്യക്തമായിട്ടൊന്നും അറിയില്ല. പിന്നീട് ഒരു നേരത്തെ പറഞ്ഞ പോലെ, താങ്കൾ തന്നെ പറഞ്ഞ പോലെ, കണക്കപ്പിള്ള അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആയിരുന്ന സ്ഥാനത്ത് നിന്ന് എപ്പോഴാണ് UAE-യിലെ ആദ്യത്തെ റേഡിയോയുടെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസറായി മാറുന്നത്? അത് പറയാൻ അതിന് വേറൊരു ചരിത്രം പറയാം. ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ നാടകം, പിന്നെ അതുപോലെ പിന്നെ പരസ്യം, അങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്കും ഞാൻ ശബ്ദവിന്യാസം അടക്കം. ഞാൻ നാടകം അഭിനയിക്കും, സംവിധാനം ചെയ്യും, എല്ലാം ചെയ്യുന്നു. അതിൻ്റെ മുന്നണിയിലും എല്ലാം ചെയ്യാറ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത് ദുബൈയിലെ ഒരു സാംസ്കാരിക സംഘടനയുണ്ട്, ദുബായ് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ. അതാണ്. അപ്പോൾ അതിൻ്റെ അന്നത്തെ സെക്രട്ടറി എൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ അയൽവാസിയാണ്, ജനാർദ്ദൻ എന്ന് പറയും, വടക്കൻ ജനാർദ്ദൻ. അപ്പം ഇൻറ്റേർണൽ ഡ്രാമ കോമ്പറ്റീഷൻ നടക്കുക. അങ്ങനെ ഒരു നാടകം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുക. അങ്ങനെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോവുകയാണ്. പോയത് തന്നെ പിന്നെ ഞാൻ ഡൽഹിയിൽ നിന്നും മാറിയിട്ടില്ല. ഡൽഹിയുടെ 10 വർഷത്തെ എല്ലാ കലാപരിപാടികളുടെയും പിന്നിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരവും ഭാഗ്യവും എനിക്കുണ്ടായി. എൻ്റെ മനസ്സിലെ കലാപ്രവർത്തനങ്ങളെ കൃത്യമായി വിന്യസിക്കാനുള്ള ഒരു കളരിയായിരുന്നു അത്. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ സഹകരണം, നിസ്സീമമായ സഹകരണം. എല്ലാം കലാകാരന്മാരാണ്. പിന്നെ ഒരു ഏറ്റക്കുറച്ചിലില്ലാത്ത, അങ്ങനെ ഞാൻ വലിയ, ഞാൻ ചെറിയ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും സമന്മാരായി, എല്ലാവരും അധ്വാനിക്കും, എന്തിനും ഏതിനും പോകുന്ന ഒരു കൂട്ടം. ആ കൂട്ടായ്മ ഇന്നും എൻ്റെ മനസ്സിൽ കുളിരുകോരിയിടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നാണ് എൻ്റെ കളരി തുടങ്ങുന്നത്. ഞാൻ വളരെ വിഖ്യാതമായ പല കഥകളും എടുത്ത് ഇവിടെ ഡാൻസ് ഡ്രാമ, UAE-യിൽ ആദ്യമായിട്ട് ഒരു ഡാൻസ് ഡ്രാമ ചെയ്തു, ഇടച്ചേരിയുടെ പൂതപ്പാട്ട്. അത് ഞാൻ അതിൽ മേതിൽ ദേവിയൊക്കെ അഭിനയിച്ചു. അന്ന് കുട്ടി ഒരു 10-12 വയസ്സ് അത്രയേ ഉള്ളൂ, പഠിക്കുന്ന സമയത്താണ്. അന്ന് അവർ ഡോക്ടർ നടരാജൻ എന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനീയർ ഉണ്ട്, അദ്ദേഹം നർത്തകനാണ്, കമലഹാസൻ്റെ കൂടെയൊക്കെ പഠിച്ച നർത്തകൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിരുന്നു ഇവർ. ഡോക്ടർ ഉണ്ണിയുടെ, മിസ്സസ് ഉണ്ണിയുടെ മകളും ഈ മോളും ദേവികയൊക്കെ അന്ന് ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ചേരും. അതിനുശേഷം മാക്സിം ഗോർക്കിയുടെ അമ്മ ചെയ്തു, പിന്നെ നമ്മുടെ ONVയുടെ അമ്മ ചെയ്തു. അങ്ങനെ ഓരോ വർഷവും നിരവധി പ്രോഗ്രാം, അത് കാലിക പ്രസക്തമായ പരിപാടികളും അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പേ എന്നെ എല്ലാവർക്കും അറിയാം. അന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, മൂക്കില്ലാത്ത നാട്ടിൽ മുറിമൂക്കം പമ്പെന്നോ, ആരുമില്ലാത്ത സമയത്ത് എല്ലാ എമിറേറ്റുകളിലെ വേദികളിലും ഇങ്ങനെ അനുഗ്രഹം കൊണ്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ വിളിക്കുമായിരുന്നു പല പരിപാടികൾക്കും, ആങ്കറിങ്ങിനും പ്രസംഗിക്കാനും നാടകം സംവിധാനം ചെയ്യാനും. ഞാൻ എല്ലാ എമിറേറ്റുകളും, വടക്കൻ എമിറേറ്റുകളിലും അബുദാബി ഉൾപ്പെടെ എല്ലായിടത്തും പോകാറുണ്ടായിരുന്നു. അലൈനിൽ പോയി ഞാൻ നാടകം അഭിനയിച്ചിട്ടുണ്ട്. അന്ന് അവിടെ മുനീർ എന്ന് പറഞ്ഞിട്ട് സ്റ്റേജ് ഓഫ് അലൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ 2 നാടകങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്.
ഒന്ന് മോഹൻ രാകേഷിൻ്റെ ആഷാഢ്കി ഏകദിൻ എന്ന നാടകത്തിൻ്റെ പരിഭാഷ ആഷാഢത്തിൽ ഒരു ദിവസം, കാളിദാസൻ്റെ കഥയാണ്, ടൈറ്റിൽ റോളൊക്കെ ഞാൻ അഭിനയിച്ചു. അങ്ങനെ അതിന് ഞാൻ ഈ റേഡിയോ തുടങ്ങുന്നതിന് മുമ്പിൽ എൻ്റെ പിന്നെ പരിചിത വലയങ്ങൾ വളരെ വ്യാപകമായിരുന്നു. യു എയിൽ എന്നെ നന്നായിട്ട് അറിയാം, KPK വെങ്ങര എന്നറിയാം, പറഞ്ഞാൽ അറിയാം. അതുവരെ ഉണ്ടായിരുന്ന ചില നാടക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അധികം ഒരു തറയും കുറേ അഭിനേതാക്കളും ഒരാശയവും ഉണ്ടെങ്കിൽ നാടകം കളിക്കുക എന്നുള്ളൊരു ആ ഒരു രീതിയിലേക്ക് നാടകത്തിൻ്റെ ഒരു പിന്നെ ഒരു ചായ്വ് കൊണ്ട് കൺസെപ്റ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പല പരീക്ഷണങ്ങളും എനിക്ക് ദലയിലൂടെ സാധിച്ചു. അങ്ങനെയാണ് 10 വർഷം ഞാൻ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ കലാരംഗത്ത് വളരെ സവിശേഷമായ ഒരു സ്ഥാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 82 മുതൽ 92 വരെ. അതെ, 92 വരെയുള്ള കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിൽ ദലയിൽ വന്നു പോകാത്ത സാഹിത്യകാരന്മാർ, കലാകാരന്മാർ ഒന്നുമില്ല. സാംബശിവൻ്റെ ഒക്കെ പിന്നെ കഥാപ്രസംഗം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നമ്മുടെ ദലയിൽ വെച്ചായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ ONV കുറുപ്പ്, NP മുഹമ്മദ് സാറ്, T പത്മനാഭൻ, പിന്നെ അങ്ങനെ പ്രഗത്ഭരായ മുഴുവൻ നരേന്ദ്ര പ്രസാദ്, ഇങ്ങനെ തുടങ്ങി എല്ലാ ആര് UAE അബുദാബിയിലോ മറ്റെവിടെ വരുന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ വന്നൊരു പിന്നെ നമ്മൾ ഒരു സാഹിത്യം. പിന്നെ ഇതിനെല്ലാം സപ്പോർട്ടും ഇതായിട്ട് നമുക്ക് എൻ്റെ കൂടെ തന്നെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് കൊച്ചുഭാവി EM ഹാഷിം, അഷ്റഫിൻ്റെ ജ്യേഷ്ഠൻ. അപ്പോഴും അഷ്റഫ് എത്തിയില്ലായിരുന്നു. EM അഷ്റഫിൻ്റെ ജ്യേഷ്ഠൻ തന്നെ. അദ്ദേഹമാണ് ഇപ്പം കേരളത്തിലെ ഈ സൂഫിസത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം ഈ ദലയിൽ വെച്ചിട്ടാണ് പ്രകാശനം ചെയ്തത്. അങ്ങനെ വളരെ നല്ല സമ്പന്നമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തുറന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കാനും ചെയ്യാനും പറ്റിയ ഒരു മേഖലയായിരുന്നു അന്ന്. എല്ലാവർക്കും എന്നെ അന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പുതിയ ഒരാൾ, അതുകൊണ്ട് അവിടെ സാഹിത്യ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്, കഥയരങ്ങുകൾ ഉണ്ടാവാറുണ്ട്, കവിതാ ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട്. ഇതിലൊക്കെ ഞാൻ ദലയുടെ ഒരു കാലത്ത് അതിൻ്റെ 10ാം വാർഷികത്തിൽ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതുവരെ അൽനാസർ ലിഷ്ൽഡാനിൽ ഇത്രയും ഇങ്ങനെ ഒരു പരിപാടിയില്ല, 6 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് അവതരിപ്പിച്ചു. അല്ല, അപ്പം എങ്ങനെയാണ് പിന്നെ ഒരു മലയാളത്തിലേക്ക് ഒരു റേഡിയോ വേണമെന്നുള്ള ചിന്തയിലേക്ക് ഇപ്പം ആരാണ് ആദ്യം ആ ഒരു ചിന്ത കൊണ്ടുവരുന്നത്? അതിന്റെ പിന്നിലെ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ എന്തൊക്കെയുണ്ടെന്ന് അല്ലേ, നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ കേട്ട് വളർന്ന റേഡിയോ. നിങ്ങളെങ്ങനെ റേഡിയോക്കാരനാ മുൻ അനുഭവം ഉണ്ടായ ജേർണലിസം പാസ്സായി? KP കേശവമേനോൻ മാതൃഭൂമിയുടെ പത്രാധിപരായിട്ട് ജേർണലിസം പഠിച്ചിട്ടുണ്ട്. NV കൃഷ്ണവാര്യർ പത്രാധിപരായിരുന്നത് ജേർണലിസം പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് ധീഷണാപരമായ ഒരു ചര്യയുണ്ടെങ്കിൽ, അതായത് വായന, പഠനം, അന്വേഷണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കുഡ് ബി എനിബഡി അല്ലേ? അങ്ങനെയല്ല, നിങ്ങൾക്ക് ആരായും തീരാം, അതിനൊന്നും ഒരു സംശയമില്ല. പക്ഷേ മനനം ചെയ്യണം, നല്ലോണം പഠിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. ഞാൻ ആ അധ്വാനം ചെയ്തു, അതിൻ്റെ ഫലമാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികം ഞാനിങ്ങനെ യാത്രയിൽ നമ്മളിങ്ങനെ കേൾക്കും ദുബായ് FM. അപ്പോൾ റിച്ചാർഡ് കോറം ഒരു ജിം എന്ന് പറഞ്ഞിട്ട്, ജിം തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, UA റേഡിയോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ആവേശം വരും ഇങ്ങനെ. പക്ഷെ എന്ത് ചെയ്യാം, ഞാനിവിടെ വന്നിട്ട് ആദ്യം ഒരു പരസ്യം എടുക്കും. മെറ്റ്കോ ഗൾഫ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനി. അപ്പോൾ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് അന്ന് രവി പട്ടക്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ട് എക്സിക്യൂട്ടീവ്, ദലയിലെ അബ്ദുള്ള കുട്ടി, അന്ന് അദ്ദേഹം നന്നായിട്ട് എഴുതും, പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. വിജയ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഒരു പരസ്യം എടുത്തു. അത് അദ്ദേഹം എഴുതി എൻ്റെ വോയിസിലിട്ട്. അന്ന് VHS കാസറ്റിലാണ് പരസ്യം വരുന്നത്. അങ്ങനെ കാസറ്റിലൂടെ അങ്ങനെ ഒരു പരസ്യം, അതാണ് ഞാൻ ആദ്യം ഇവിടെ ചെയ്തൊരു. അത് നമ്മൾ സാധാരണ മറ്റ് വേദികളെല്ലാം പ്രസംഗിക്കുന്നതിനും അതിനെല്ലാം ഉപരിയായിട്ട് ഞാൻ ഒരു ഈ മേഖലയിൽ ചെയ്ത ആദ്യ ഒരു ശബ്ദം. അത് എങ്ങനെയാണ്, എവിടെയാണ് കൊടുക്കുന്നത്, പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ്? VHS കാസറ്റിൽ, നമ്മുടെ ഫിലിം കാസറ്റ് അന്ന് അതല്ലേ ഉള്ളൂ. ആ കാസറ്റിൽ അന്ന് റഫ വീഡിയോ ആണ് അത് ചെയ്തത്. റഫ വീഡിയോയിലാണ് അത് ചെയ്തത്. മെറ്റ്കോ ഗൾഫിൽ നിന്നാണ് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ നല്ല വേദന കിട്ടി എനിക്ക് ആദ്യമായിട്ട്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഒരു പരസ്യം, അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. ഉത്തമം, ഉദാത്തം, വിജയ ജ്വല്ലറി, ഉത്കൃഷ്ടം, വിജയ ജ്വല്ലറി, അങ്ങനെ കുറച്ച് അങ്ങനെ ഈ അബ്ദുള്ളക്കുട്ടി എഴുതിയത്. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ചെയ്തത്. അപ്പം ഈ ദലയിൽ EM ഹാഷിമും അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തുണ്ട് ബഷീർ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട്,
ബഷീർ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഗൽദാരി ആയിട്ട് ബന്ധപ്പെട്ട അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പിന്നെ നേരത്തെ ഗലേറിയയിലുണ്ടായിരുന്നു. നല്ല മനുഷ്യനാണ്, നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ പിന്നീട് അദ്ദേഹം കലി ടൈംസിൽ, അതൊക്കെ ഗൽദാരി ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. അപ്പം EM ഹാഷിം അതിൻ്റെ സർക്കുലേഷൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ, ബഷീർ അബ്ദുള്ള സർക്കുലേഷനിലുമാണ് പ്രവർത്തിക്കുന്നത്. മറ്റ് എനിക്കധികം പിന്നെ എനിക്ക് പത്രത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അറിയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നമ്മളെ സയ്യിദാണ്, സയ്യിദ് എൻ്റെ ഒരു സുഹൃത്താണ്, ഗൾഫ് ന്യൂസിലാമത്തെ, അങ്ങനെ കുറച്ച് ആളുകളെ അറിയാം. പക്ഷേ ഇവർ നിരന്തരമായി ദലയുമായും പിന്നെ ബഷീർ അബ്ദുള്ളൻ്റെ ഓഫീസിൽ നിരന്തരമായി വരുന്നൊരു മനുഷ്യൻ. അപ്പം അങ്ങനെ എല്ലായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവർ നമ്മൾ തമ്മിൽ നല്ല സൗഹൃദമാണ്. ഇവരെ ഓഫീസിൽ പിന്നെ ഒരു മിസ്റ്റർ അബ്ദുൾ റബ്ബ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ റാസൽ ഖൈമയിൽ പോയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് റേഡിയോ ചെയ്യാൻ പറ്റുമോ. അങ്ങനെ അദ്ദേഹം ഇവരുമായിട്ട് സംസാരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരാണ് എന്നെ അറിയുന്നത്. എനിക്ക് അദ്ദേഹത്തിന് നേരത്തെ അറിയില്ലേ. ബഷീർ അബ്ദുള്ളയും EM ഹാഷിം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ ഞാൻ അന്ന് പിന്നെ സെയ്ദി എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊരു എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനി, മീനാസ് കിട്ടാൻ അയാളുടെ അതിൻ്റെ മുതൽ അതിലെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യും, അക്കൗണ്ട്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഇവരേക്ക് വന്നു, അവിടത്തേക്ക് ഇവർ വന്നു. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു റേഡിയോ ഇവിടെ ഇങ്ങനെ ആശയം വന്നിട്ടുണ്ട്, എന്താണ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ല, ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മെഷീനറിയും ടൂൾസൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ ദലയിൽ അപ്പോൾ നമുക്കൊരു സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഒരു ഫോസ്റ്റക്സ് മെഷീൻ ഉണ്ട്, 2 ട്രാക്ക് റെക്കോർഡിംഗ് മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് അവരോട് പറഞ്ഞാൽ അവർ തരും. കാരണം ഞാൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഡൽഹിയിൽ തന്നെയാണ് എൻ്റെ താമസം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ അവർക്കും വളരെയധികം ഔത്സുക്കാണ് അവിടെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ബഷീറിനും അത് ബോധിച്ചു, പിന്നെ ഈ ഹാഷിമിനും ബോധിച്ചു, അബ്ദുൾ റബ്ബിനും ബോധിച്ചു. അങ്ങനെ നമ്മളങ്ങനെ. പക്ഷേ പൂച്ചയുടെ കരുത്തിൽ 6 മണി കിട്ടും. ഹാഷിമിന് നന്നായിട്ട് എഴുതാൻ കഴിവുള്ള അദ്ദേഹത്തിന് ലീവ് എടുക്കാൻ പറ്റും. ബഷീർ അബ്ദുള്ളക്കും പറ്റില്ല, അബ്ദുൾ റബ്ബിനും പറ്റില്ല. പിന്നെ ഇത് അവർ ഇനി അഥവാ ലീവ് എടുത്ത് വന്നാലും ഇത് കൊണ്ടു നടക്കണ്ടേ. അപ്പോൾ പിന്നെ KPK വെങ്ങര തന്നെ അത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ പ്രോഗ്രാം അതുവരെ പ്രോഗ്രാം അതിനില്ല. നമ്മളിങ്ങനെ തീരുമാനിച്ചു, നിരവധി ചർച്ചകളും പോവുകയും വരികയും ഒക്കെ ചെയ്ത് അവസാനം ഇതിങ്ങനെ ലാസ്റ്റിൽ പോയി അത് സൈൻ ചെയ്തു. അബ്ദുറബും ബഷീർ അബ്ദുള്ളയും കൂടെ ഞാനും കൂടെ പോയിരുന്നു. അങ്ങനെ അത് സൈൻ ചെയ്ത് വന്നപ്പോൾ അപ്പോൾ ഈ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് പത്രങ്ങളിൽ വന്നു. പത്രങ്ങളിൽ എൻ്റെ എല്ലാം പടം വന്നു. അപ്പോൾ ആളുകൾ വിളിക്കാൻ തുടങ്ങി, KPK റേഡിയോ. അപ്പം ഇതൊക്കെ നമ്മൾ സൈൻ ചെയ്തെങ്കിൽ ഇത് ഉണ്ടാക്കണ്ടേ, പ്രോഗ്രാം ഗ്രിഡ് ഉണ്ടാക്കണം, ആർട്ടിസ്റ്റുകൾ വേണം. ഇത് നിസ്സാരമായ കാര്യമല്ലോ, ഏതെങ്കിലും ഒരു ദിവസത്തേക്കല്ലല്ലോ. ഇതിൻ്റെ നൈരന്തര്യം സൂക്ഷിക്കേണ്ടത്. ആദ്യം 1 മണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ. 1 മണിക്കൂറെങ്കിലും ഇതിന് വേണ്ടേ. റേഡിയോ അല്ല ഇത്, റേഡിയോ 1152 AM. അങ്ങനെ നമ്മൾ ആലോചിച്ചു. പിന്നെ നമ്മുടെ ഒറ്റ ചിന്തയെ എനിക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പ്രവാസ ഭൂമികയും നാടും വ്യത്യസ്തമായ സംസ്കാരവും വ്യത്യസ്തമായ ജീവിത രീതിയും. ഇവിടെയാണെങ്കിൽ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുണ്ട്, വിവിധ ലോകരാജ്യങ്ങളിലെ ആളുകളും സംസ്കാരവും അവിടെ. നമ്മുടെ ഇവിടെ പ്രവാസികളായിട്ട് നമ്മളെ മലയാളികൾ മാത്രമേ നമുക്ക് ബന്ധുക്കളായിട്ടുള്ളൂ. മറ്റു പലരും ജോലി സ്ഥലത്തുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അന്ന് വേറെ ഫോണോ കീണോ ഒന്നുമില്ലല്ലോ. ഈ ക്യൂ നിന്നിട്ട് ഫോണ് അല്ലെങ്കിൽ ഇറ്റിസാലായിട്ട് പോയിട്ട് ബുക്ക് ചെയ്തിട്ട് വിളിക്കുന്ന അങ്ങനെയൊക്കെയല്ലേ നടക്കുകയുള്ളൂ. അപ്പോൾ വേറെ ഇവിടെ അതാണ് ഈ ശൂന്യതയിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. കാരണം ശൂന്യത മീൻസ് വേറെ ഒരു മീഡിയം ഉണ്ടായിരുന്നില്ല. 1-1.5-2 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന പിന്നെ ദിനപത്രങ്ങളാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ TV എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 33 ചാനൽ മാത്രമേ ഉള്ളൂ, അത് മലയാളം. അപ്പം ഇങ്ങനെ നമ്മൾ വിവരങ്ങൾ നാട്ടിൽ അറിയാനും ഒരു നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ റേഡിയോ. മാത്രവുമല്ല ഇവിടെ ആരുണ്ട്, എന്തുണ്ട്, സംഘടനകളുണ്ടോ, ആളുണ്ടോ, വല്ലപ്പോഴെങ്കിലും ആരെങ്കിലും പത്രങ്ങളിൽ എഴുതുന്ന
ചില കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അതും വന്നാൽ വന്നു, ഇല്ലെങ്കില്ല. ആ ഒരു അവസ്ഥയിൽ റേഡിയോ എന്ന് പറയുമ്പോൾ ആളുകൾക്ക്, മലയാളികൾക്ക് ഒരു ഭയങ്കര സംഭവമായി. അപ്പം ഇതിന് ആളുകൾ വേണ്ടേ? അപ്പം ഞാനിങ്ങനെ ജലേൻ്റെതാക്കുമ്പം ഈ വാർത്ത കേട്ടിട്ട് ഒരാൾ എന്നെ വിളിക്കുന്നു, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ ഞാൻ പഠിച്ച അതേ സ്കൂൾ പഠിച്ച ഒരു സുഹൃത്ത് മിസ്റ്റർ KP അബ്ദുള്ള. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പിന്നെ എവിടുന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു നമ്മൾ ഇങ്ങനെ അതിന് വേണ്ടി. അപ്പോൾ അതിനിടയിൽ പിന്നെ ബഷീർ അബ്ദുള്ള ഒരു ബിൽഡിങ്ങെല്ലാം ഞങ്ങൾ കണ്ടെത്തി സ്റ്റുഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിനൊരു അഡ്വാൻസ് ചെക്കെല്ലാം അദ്ദേഹം കൊടുത്തിരുന്നു. അപ്പം KPK ഞാനിങ്ങനെ ഇന്ന കമ്പനി, അദ്ദേഹത്തിൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ഈ എല്ലാ റേഡിയോയ്ക്കും സ്കൂളും ഇതൊക്കെ കൊടുക്കുന്ന കമ്പനിയാണ് അൽ കഫാജി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ പറഞ്ഞു എനിക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, പിന്നെ വേണമെങ്കിൽ അന്ന് അദ്ദേഹത്തിൻ്റെ മകൾ അസ്ലായി പാടും. അപ്പം MJ ശ്രീകുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു സ്റ്റുഡിയോ അവരെടുക്കുന്നുണ്ട് മസ്താർ ഷോറൂമിലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, അത് നമ്മളൊരു ബാർട്ടർ സിസ്റ്റത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആക്കെ മോളെ പാട്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വിഷയം എൻ്റെ നാട്ടുകാരനാണെന്ന നിലയിലാണ് അയാൾ എന്നെ വിളിച്ചത്. അദ്ദേഹത്തിന് ഇവരെ ആരെയും അറിയില്ല. കാരണം ഞാൻ ഇവരോട് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഒരു റമദാൻ മാസത്തിലാണ് പോയി സംസാരിച്ചു. അങ്ങനെ തത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് ചെയ്യാമെന്ന് അതിനൊരു വാടകയൊക്കെ നിശ്ചയിച്ച് അത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെട്ടില്ല. എൻ്റെ ഏരിയയാണ് ടു പ്രൊഡ്യൂസ് ദ പ്രോഗ്രാംസ്. അപ്പം ഞാൻ അത്തരം ബിസിനസ് കാര്യങ്ങളിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും ഞാൻ ഇടപെട്ടില്ല. അങ്ങനെ തീരുമാനങ്ങളായി അവിടെ വെച്ച് ബാക്കിയെല്ലാം പുള്ളി. അപ്പം പിന്നെ നമുക്ക് ഇതിന് കൊടുക്കണ്ടേ, റെന്റ് കൊടുക്കണ്ടേ, വാടക കൊടുക്കണ്ടേ. അതിൻ്റെ ഒരു എക്സ്പെൻസ് എങ്ങനെ വരുന്നത്? എത്ര വരുന്നത്? എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് കൊടുക്കണം മാസത്തിൽ. അങ്ങനെ അപ്പോൾ അതിൻ്റെ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തം അതിൻ്റെ ചിലവിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു കമ്പനിക്ക് ഔട്ട്റൈറ്റിന് കൊടുക്കും പരസ്യങ്ങൾ. അത് സലീം ഷെയ്ഖ് എന്നാണ് അയാളുടെ പേര്. ആ കമ്പനീൻ്റെ പേര് എൻ്റെ മനസ്സിൽ വരുന്നില്ല ഇപ്പോൾ. നമ്മുടെ ഹബീബുൾ റഹ്മാൻ, അയാളാണ് അതിൻ്റെ അന്നത്തെ സെയിൽസ്മാൻ. ശരിക്കും പറഞ്ഞാൽ റേഡിയോയുടെ ആദ്യത്തെ ഒരു മാർക്കറ്റിംഗ് പേഴ്സണൽ എന്ന് പറയുന്നത് ഹബീബുൾ റഹ്മാനാണ്. അത് ഈ പിന്നെ സലീം ഷെയ്ഖിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് അദ്ദേഹമാണ് അതിൻ്റെ ഓണർ. അങ്ങനെ ഔട്ട്റൈറ്റിന് കൊടുത്തിട്ട് അതായിരുന്നു. അങ്ങനെയാണ് നമ്മളെ റെമിറ്റൻസ് ഒക്കെ ഏർപ്പാട് ചെയ്തത്. പിന്നെ അധികം വരികയാണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് സ്റ്റൈൽ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ പ്രോഗ്രാം ഉണ്ടാക്കുക. അങ്ങനെ നിരന്തരമായി ഞാനും ആശിമും കാര്യത്തിൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ബഷീർ അബ്ദുള്ള ഉണ്ടാവും. പിന്നെ ഇവിടെ പല കാലങ്ങളിലായിട്ട് വന്ന് അവിടെ ഇവിടെയൊക്കെ ഒരിക്കലും കാണാൻ പറ്റാത്ത ആളുകളെ കണ്ടെത്തുന്ന പരിപാടി. അങ്ങനെ വളരെ ഇൻഫോർമേറ്റീവും എൻ്റർടൈൻമെൻറ്റും ആയുള്ള പരിപാടികൾ നമ്മൾ ആസ്വദിച്ചു. അത് ഏറ്റു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാടകത്തിൽ അഭിനയിച്ച സതീഷ് മേനോൻ, പിന്നെ ബാബു ചെറിയൻകീഴ്, അദ്ദേഹം മരിച്ചുപോയി, ഇപ്പം നമ്മളെ കൂട്ടത്തില്ല. ഷൈനി എബ്രഹാം, ഗ്ലാഡിസ് ജോർജ്, പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജയ വന്നത്. ഇപ്പോഴും ജയ ഇന്നും ഈ കഴിഞ്ഞ വർഷം വരെയും റേഡിയോ ഏഷ്യ അടയ്ക്കുന്നത് വരെയും ജയ അതിലുണ്ടായിരുന്നു. ജയാണ് ഇതിലെ സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയും. അതുവരെ ഇത്രയും കാലം നിലനിന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവർ തുടങ്ങിയത് മുതൽ അത് എൻ്റെ ചെയ്യുന്നവരെ അതേ ചാനലിൽ അവരുണ്ടായിരുന്നുള്ളത് അതിൽ വലിയൊരു സന്തോഷമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആരംഭം. അങ്ങനെ ഞാൻ പിന്നെ എന്താണ് ഇപ്പോൾ VVN തുമ്പമൺ എന്ന് പറയുന്ന വിശ്വനാഥ പിള്ള സാറ്, കുറേ ആൾക്കാരുണ്ട്. മധു, ഇവിടെ ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലുള്ള മധു, ഷോപ്പിലുണ്ടായിരുന്ന മധു, പിന്നെ അനൂപ്, പിന്നെ വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു അവർ ഒരു തവണ വന്നിട്ട് പോയി, പിന്നെ ആരിഫ അഷ്റഫ്, അങ്ങനെ കുറേ ആളുകളെ ഹെൽപ്പ് എനിക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. റാസൽ കൈമ റേഡിയോ കേട്ടോ, അത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് റാസൽ കൈമ റേഡിയോ. അപ്പോൾ ആ ഇടയ്ക്ക് പിന്നെ നാട്ടിൽ നിന്ന് 93-ലാണെന്ന് തോന്നുന്നു നമ്മുടെ പ്രിയങ്കരനായ മൊയ്തീൻ കോയ വന്നു. അദ്ദേഹത്തെ പരിചയപ്പെടാനിടയായി. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് വന്ന് ചില പ്രോഗ്രാമുകളൊക്കെ ചെയ്യും. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനായി. അപ്പോൾ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ രാമേന്ദ്ര സാർ, അതുവരെ ഞാൻ ഇവരെയൊക്കെ വെച്ച് ഇങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
പിന്നെ ഒരു TVK മണിയുണ്ട്. അവരും ഇതിൻ്റെ ശ്രീ TVK മണിയും ഇതിൻ്റെ ആരംഭദശയിൽ ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ പ്രത്യക്ഷമായിട്ട് എനിക്കത് അറിയില്ലായിരുന്നു. ഇവർ പറഞ്ഞിട്ട് ഉള്ള അറിവേ എനിക്കുള്ളൂ. പക്ഷെ അദ്ദേഹം ആഴ്ചയിൽ ഒരു തവണയാണ് മറ്റോ അല്ലെങ്കിൽ വാർത്ത വായിക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരു മുഹമ്മദ് കക്കാടുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നു കുറച്ചു കാലം വാർത്ത വായിക്കാൻ. പിന്നെ ചന്ദ്രപ്രകാശ്, പിന്നെ എനിക്ക് വേറൊരു സിനിമാ നടനും കൂടി ഉണ്ടായിരുന്നു, അതിന് പേര് ഓർമ്മയില്ല. 8 മാസം കഴിഞ്ഞപ്പോൾ ഇവർ 3 പേരും ഇതിൽ നിന്ന് ഒഴിവായി. ആരൊക്കെ? ബഷീർ അബ്ദുള്ള, EM ഹാഷിം, KT അബ്ദുള്ള, അവരൊഴിഞ്ഞു. ആദ്യത്തെ കാലത്തെന്ന് പറഞ്ഞാൽ റാസൽ കൈമയിൽ ഇത് എങ്ങനെ എത്തിക്കണ്ടേ, നമ്മളിവിടെയുള്ള പലരെയും ആശ്രയിച്ചിട്ട് ഒരു ദേവസ്യ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്നു, മിസ്റ്റർ അബ്ദുള്ള ദേവസ്യനെ കൊണ്ടുവന്നു. ദേവസ്യ എഞ്ചിനീയറാണ്. പിന്നെ സ്റ്റുഡിയോ കിടക്കുന്നത് ദുബായിലാണ്. ദുബായിൽ നമ്മുടെ മസ്ദാർ ഷോറൂമിന്റെ ഈ റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് രാത്രി ഒരു 12 മണിയാകുമ്പോൾ താഴെ മസ്ദാർ ഷോറൂമിന്റെ താഴെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്, അതിൽ വെക്കണം. പത്രം രാവിലെ കൊണ്ടുപോകാൻ വരും ബഷീർ അബ്ദുള്ള. ആ വണ്ടിയിൽ ബഷീർ ആരെങ്കിലും റാസൽ ഖൈമയിലേക്ക് പോകുന്ന കലി ടൈംസിന്റെ വണ്ടിയിൽ ഇത് കൊടുക്കും. അവർ കൊണ്ടുപോയിട്ട് അത് റാസൽ ഖൈമ റേഡിയോയിൽ കൊടുത്തിട്ടാണ് വരിക. ഇതാണ് ഉച്ചക്ക് പ്രക്ഷേപണം ചെയ്യുന്നത്. എന്തെങ്കിലും രീതിയിൽ അബദ്ധം വെച്ചാൽ അങ്ങനെ അബദ്ധം. പക്ഷെ അന്നും ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല. അതെന്താണ്? അത് സാങ്കേതിക പ്രശ്നമാണ്. അത് ഒരു ദിവസം നമ്മുടെ എഞ്ചിനീയർ വന്നില്ല, പകരക്കാരനായി ഒരാളെ കിട്ടിയപ്പോൾ ഇതിന്റെ ചോര ഉൾട്ടായി. പക്ഷെ ഭാഗ്യത്തിന് അന്നും ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും റാസൽ ഖൈമ റേഡിയോയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ അല്ലായിരുന്നു? എങ്ങനെയാണ് ശരിക്കും റോൾ? പ്രോഗ്രാം ഡയറക്ടർ. അപ്പോൾ ആ ഒരു താങ്കളുടെ ഒരു ശബ്ദം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ ഒരുപാട് കേട്ടിട്ടുള്ള ശബ്ദമാണ്. ആ ശബ്ദത്തിലൊന്ന് സംസാരിക്കുമോ നമ്മുടെ പ്രേക്ഷകരോട്? UAE റേഡിയോ റാസൽ ഖൈമ 1152 കിലോഹെർട്സിൽ മലയാള പരിപാടികൾ ആരംഭിക്കുന്നു. നിങ്ങൾക്കൊപ്പം KPK വെങ്ങര. അങ്ങനെ KPK വെങ്ങര ഉമ്മൽകോയിനിലേക്ക് എത്തി. ഞാനൊരു 2.5 വർഷങ്ങൾക്ക് ശേഷം ഉമ്മൽകോൻ റേഡിയോ തുടങ്ങുന്നു. അപ്പോൾ ഉമ്മൽകോൻ റേഡിയോയിൽ ഇങ്ങനെ സത്യഭാമിയും മൊയ്തീൻ ഗോയും അവരിങ്ങനെ പ്രീ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അന്ന് റാസൽ ഖൈമ റേഡിയോ ഒരു സ്ഥലത്തുണ്ട്. ഉമ്മൽകോൻ റേഡിയോ ഉമ്മൽകോൻ റേഡിയോ നേരത്തെ ഉണ്ട്. അവിടെ ഹിന്ദി ഉറുദു പ്രോഗ്രാം മാത്രമേ ഉണ്ടായിരുന്നു. അവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു പ്രോഗ്രാം ഉണ്ട്, ഗായിയെ സുനിയെ. നമ്മളെ മലയാളികളൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അവരുമായിട്ട് അങ്ങനെ ബന്ധം എന്ന് വെച്ചാൽ അവരെടുത്ത് ചിലപ്പോൾ മലയാളം പരസ്യങ്ങൾ വരും, അവരെന്നെ വിളിച്ചു തരും. അപ്പോൾ അതിന് മലയാളം വോയിസ് ഓവർ ഞാൻ എടുത്തിട്ട് അവർക്ക് കൊടുക്കും. ഹിന്ദി പരസ്യങ്ങൾ അഥവാ ഞങ്ങൾക്ക് വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു പാട്ട് നമ്മൾ ഉണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും മലയാളം പരസ്യങ്ങൾക്ക് അൽമറായിയുടെ പരസ്യം വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അവിടുന്ന് സൗദിയിൽ നിന്ന് അവർ പറഞ്ഞിട്ട് KPK റിച്ചാർഡ് കോറും പാടുന്നു. അതൊക്കെ ഒരു വലിയ സൗഭാഗ്യമാണ്. അപ്പം ഒരു 2.5 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഉമ്മൽകോൻ റേഡിയോ അവർ തുടങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ പ്രോഗ്രാം ഡയറക്ടറായിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു. എന്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നു. അതിനാണത്. ഞാൻ അവിടെ നിന്ന് പോകുന്നു. ഗൾഫിലെ ജീവിതം അങ്ങനെയല്ലേ, നിങ്ങൾ എത്രാമത്തെ ഓരോരുത്തരും പല പല കമ്പനികളിലും ജോലി ചെയ്തു. അപ്പോൾ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതെനിക്ക് അങ്ങനെ തുറന്ന് പറയാൻ സാധിക്കും. പിന്നീട് എങ്ങനെയാണ് മുന്നോട്ട് പോയത്? എത്ര വർഷം ഉമ്മൽകോൻ റേഡിയോയിൽ? 10 വർഷം. ഏത് വർഷം? 1994 അവസാനമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നല്ല മാനേജ്മെന്റ്. ഗവൺമെന്റ് അല്ല, അത് ഒരു പാകിസ്ഥാനി, അദ്ദേഹത്തിൻ്റെ പേര് ഷാഹിദ് ജമാൽ എന്നാണ്. ഞാൻ UAE കണ്ട ഏറ്റവും നല്ലൊരു ബിസിനസ് ഗണ്ണാണ് അദ്ദേഹം. മീൻസ് അയാൾക്ക് അറിയാം വാട്ട് ഈസ് ബിസിനസ്. പ്രത്യേകിച്ചും അയാൾ ഇരിക്കുന്ന ഏരിയയെ സംബന്ധിച്ചിട്ടുള്ള നല്ല ഗ്രാഹ്യമുണ്ട്, അല്ലെങ്കിൽ അയാൾ പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു ആക്സസ് ആയിരുന്നു. 10 വർഷത്തെ ഈ റേഡിയോ, ആദ്യം ഞങ്ങൾ 3 പേരാണ്, ഞാനും സത്യഭാമിയും മൊയ്തീൻ ഗോയും മാത്രം. ഗൾഫിൽ അത് വലിയൊരു ചരിത്രമായിരുന്നു. ഞാൻ പറയുമ്പോൾ അതൊരു അഹങ്കാരമാണെന്ന് തോന്നണ്ട കേട്ടോ, ഇത് അവകാശവാദമൊന്നുമല്ല എൻ്റെ പൊന്നെ. എനിക്കൊരു കാര്യത്തിലും അവകാശവാദമില്ല.
എനിക്കാകെ അവകാശവാദമുള്ള ഒരെണ്ണമുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതെൻ്റെ അവകാശമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഈ ഒരു കാര്യത്തിലേ എനിക്ക് അവകാശമുള്ളൂ. മാത്രമല്ല, വെങ്ങരയിലെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മകനാന്നുള്ള അവകാശം ഇതും എനിക്ക് അനുവദിച്ച് കിട്ടേണ്ടതാണ്. മറ്റൊരവകാശവും എനിക്ക് വേണ്ട. ഞാൻ അതിന് ആളുമല്ല. ആരെങ്കിലും അങ്ങനെ ആരോപിക്കുന്നുണ്ട്, ഞാനെന്ത് വേണം? ഇനി ആവശ്യക്കാരെടുത്തോട്ടെ, ഇത് രണ്ടും ഞാൻ വിട്ടു തരില്ല. ഇതെന്താ? ഓക്കെ, അല്ല, ഇത് ഞാൻ സത്യസന്ധമായി പറഞ്ഞതാണ്, ആത്മാർത്ഥമായി പറഞ്ഞതാണ്. ഞാൻ ഒരിടത്തും പോയിട്ട് എനിക്ക് ഇന്ന സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നെ അന്വേഷിച്ച് വന്നിട്ടേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ചില നിയോഗം, ചില നിമിത്തം എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് വന്നിട്ട്, അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നല്ല. അങ്ങനെ ഞാൻ ഉമ്മൽക്കോയിൻ്റെ ഓടിയിലെത്തി. അപ്പോൾ ഞാൻ സത്യഭാമ കോയ. എത്ര മണിക്കൂറാണ് പ്രോഗ്രാം അന്ന്? 3 മണിക്കൂറാന്ന് തോന്നുന്നു. 3 മണിക്കൂർ. പിന്നീട് എല്ലാം റേഡിയോയിലും പിന്നെ 12 മണിക്കൂർ 24 മണിക്കൂറൊക്കെ ആയി. പിന്നെ ഇതൊക്കെ തലയിൽ നിൽക്കണം. പിന്നീട് രമേശ് പയ്യന്നൂരിനെ കൊണ്ടുവന്നു. പിന്നെ പിന്നെ നാസർ ബേപ്പൂർ വന്നു. അല്ല, പിന്നെ ആൽബർട്ട് അലക്സ് വന്നു. ആശാൽ അത് വന്നു. നാസർ ബേപ്പൂർ വന്നു. പിന്നെ മരിച്ചുപോയ സുബൈർ മഠത്തിൽ വന്നു. സനൽ പോറ്റി വന്നു. അങ്ങനെ ഒരു വലിയ ടീമാണ് പിന്നെ അവിടെ ഉണ്ടായത്. ബാലകൃഷ്ണൻ പെരിയ വന്നു. ഒരുപാട് ആൾക്കാർ വന്നു. പിന്നെ കാഷ്വൽ ആർട്ടിസ്റ്റുകൾ, ടി കബീറിനെ പോലത്തെ കവികൾ, അരവിന്ദൻ പണിക്കശ്ശേരി, സത്യൻ മാടാക്കര തുടങ്ങിയ കവികൾ, ഒരുപാട് ആളുകൾ. അപ്പം അത് ഒരു എന്താ പറയുക, ഒരു റേഡിയോൻ്റെ പുഷ്കല കാലം എന്ന് പറയുന്നത്. കുറേ കഴിഞ്ഞപ്പം ബോസ് പറഞ്ഞു നമുക്കൊന്ന് FM തുടങ്ങാം. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിക്കൂർ FM ആരംഭിച്ചു. ആദ്യമായിട്ടാണ്, അതും നമ്മുടെ മലയാളത്തിൽ ആദ്യമായി. ഈ തത്സമയ പരിപാടിക്ക് ആദ്യത്തെ ദിവസം നമ്മുടെ ലൈൻ കട്ടായി പോയി. അത്രയധികം കോളുകൾ വന്നിട്ട് ഉമ്മൽക്കോയിൽ നിന്ന്. എന്നിട്ട് നമുക്ക് സത്യഭാമയായിരുന്നു അന്ന് ലൈനിലുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ പ്രത്യേകം ലൈൻ അനുവദിച്ചു തരികയായിരുന്നു. വളരെ എളുപ്പമായിരുന്നു ഈ FM AM തുടങ്ങുന്നതൊക്കെ അന്ന് ആയിരിക്കണം. കാരണം നമുക്ക് അതിൻ്റെ പിന്നെ ലീഗൽ വശത്തിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ലല്ലോ. അപ്പം അതെല്ലാം അവർ മാനേജ്മെൻറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ എനിക്ക് നമ്മുടെ ടീം, ഞാൻ മലയാളത്തിൻ്റെ ഹെഡ്, ഹിന്ദിക്ക് ഒരു മാഡം ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഉണ്ട്. അതിന് പിന്നെ നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വേറെ ഡിവിഷൻ, അങ്ങനെ വലിയ ഡിവിഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നല്ല കാലമായിരുന്നു അത്. റേഡിയോയുടെ ഏറ്റവും നല്ല പുഷ്കല കാലം, നല്ല ബ്യൂട്ടിഫുൾ പ്രോഗ്രാംസ്. അതുപോലെ തന്നെ ഞങ്ങൾ 3 റേഡിയോക്കാരും ചേർന്നിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞങ്ങൾ ഈ 3 റേഡിയോക്കാർക്ക് അന്ന് ഏഷ്യാനെറ്റ് റേഡിയോ ചേർന്നിട്ട് പരിപാടിയോ അല്ല നടത്തിയിരുന്നു. കോയയും രമേശ് പയ്യന്നൂരും ഒക്കെ ആയിട്ട് വേറെ പോയി. ഞങ്ങൾക്ക് ആദ്യം ഉമ്മൽക്കോയിൻ റേഡിയോയിൽ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അയാൾ അത് മറക്കാൻ പറ്റില്ല, സുനിൽ ജോയൽ ദാസ്. അയാൾ കേവലം ഒരു എഞ്ചിനീയർ അല്ല, നല്ല മ്യൂസീഷ്യനാണ്. അപ്പം ഞങ്ങൾക്ക് കവിതയൊക്കെ ചെല്ലാൻ്റെ ഈ രാഗങ്ങളൊക്കെ പറഞ്ഞു എന്നോട് പറയും, ചേട്ടാ ചാരു ചേച്ചിയിൽ പാടിക്കുക. അങ്ങനെയൊക്കെ നല്ല മനുഷ്യനാണ്. അതിൻ്റെ പിന്നീട് വരുന്ന റോയ്സ് കാപ്പിവെക്കൽ, അയാളിപ്പോഴും റാസൽ കൈമേലുണ്ട്. അയാളും 2 പേരുണ്ട് ഇവിടെ തന്നെ. അയാൾ നല്ല എഞ്ചിനീയറാണ്. പിന്നെ വന്ന സ്റ്റാൻലി, ഒക്കെ മിടുക്കന്മാരായ ആളുകളാണ് നമുക്ക് കിട്ടിയതൊക്കെ. നല്ലൊരു ടീം വർക്കായിരുന്നു അവിടെ. അതിൻ്റെ ഒരു പേര് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അതാണ് ഉമ്മൽക്കോയിൻ റേഡിയോന് ശേഷം പിന്നെ റാസൽ കൈമ, ഗവൺമെൻറ് റാസൽ കൈമയുടെ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയിൽ അവിടെ ഓഫീസിൽ ഞാൻ അതിന് മൊത്തം ചാർജായിട്ട് 2004 5 വർഷം അവിടെ, 6 വർഷം അവിടെയുണ്ടായി. ഇതാണ് എൻ്റെ അവിടുന്ന്. അതല്ല ഏറ്റവും ഒരു നിമിത്തം അറിയണം. ഞാൻ ആദ്യം 1 മണിക്കൂർ പ്രോഗ്രാം ഡയറക്ടറായിട്ട് അവിടുന്ന് നമ്മൾ ലീസിനെടുത്ത് ചെയ്ത ആ സ്റ്റേഷനിൽ ഞാൻ പിന്നീട് റിട്ടയർമെൻറ്റ് എൻ്റെ അവിടുത്തെ അധിപനായിട്ട് അതിൻ്റെ പിന്നെ സ്റ്റേഷൻ്റെ ചാർജിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞത് വലിയ സൗഭാഗ്യമല്ല, നിസ്സാരമല്ല. അങ്ങനെ ഏത് വിധേനയായാലും ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു. എല്ലാ ചാനലുകളും അന്ന് നമ്മുടെ കീഴിൽ തന്നെയായിരുന്നു. അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് പിന്നെ UAE നിന്ന് പോകുന്നത്? 2012. അപ്പൊ റിട്ടയർമെന്റിന് ശേഷം തൊട്ട് പിന്നാലെ പോയോ അതോ അതിനുശേഷം? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. ഓക്കെ.
റിട്ടയർമെന്റ് ലൈഫ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഇപ്പം റിട്ടയർമെന്റ് ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ റേഡിയോ പ്രോഗ്രാം ഇങ്ങനെ ആകാശവാണിയിൽ ചെയ്യേണ്ട അടുക്ക്. പിന്നെ മെയിൻ ചെയ്യുന്നത് ഡബ്ബിങ് ചെയ്യും. അത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഡോക്യുമെൻ്ററി ആസ് വെൽ ആസ് ഇത് നമ്മുടെ ഷോർട്ട് ഫിലിംസിൻ്റെ ഒരു ബഹളമയമാണ്. അപ്പോൾ ഷോർട്ട് ഫിലിംസ് ഉണ്ട് ഇഷ്ടം പോലെ, ഡോക്യുമെൻ്ററീസ് ഉണ്ട്, പരസ്യമുണ്ട്. പരസ്യം ഇപ്പോൾ കുറവാണ്. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഞാൻ ഗൾഫിൽ പോയതിൻ്റെ ശേഷം 1 വർഷത്തോളം ഇവിടെ വോയിസ് ഓഫ് കേരളയിൽ 1 വർഷത്തോളം ഞാൻ ആഴ്ചയിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് അയക്കും. മുസാഫിർ എന്ന ആ പ്രോഗ്രാമിൻ്റെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അത് ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലെ ലോക്കൽ അവിടെയുള്ള പിന്നെ ചാനലുകളിലൊക്കെ എന്തെങ്കിലും പരിപാടികൾ അവർ പറഞ്ഞാൽ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. പിന്നെ അവിടെയുണ്ട് റേഡിയോ, ആ റേഡിയോയിൽ പിന്നെ കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ട്, അതിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. പ്രത്യേക ദിവസങ്ങളിലൊക്കെ അവർ വിളിക്കും. അവർ വിളിച്ചാൽ 1-2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കും. റേഡിയോ നാടകങ്ങളിൽ അവർ പിന്നെ മെയിൻ പ്രഭാഷണമാണ് സ്ഥിരമായിട്ട്. അതിനൊരു മുടക്കമില്ല. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് സിനിമാഭിനയം ഞാനൊരു 5-8 സിനിമയിൽ അഭിനയിച്ചു. അത് ആദ്യം അഭിനയിച്ചത് അറിയാലോ, ഞാൻ ഗൾഫിൽ തന്നെയാണ്, അറബിക്കഥ. അത് നല്ല ഒരു ഓപ്പണിംഗ് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ മമ്മൂക്ക വിളിച്ചു തന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ ഒരു സിനിമ, ജമാൻ ഓഫ് ലല്ലി. അത് സാമ്പത്തികമായി അത്ര വിജയിച്ചില്ല. അപ്പം പടമൊക്കെ നല്ലതായിരുന്നു, നല്ല ആശയമായിരുന്നു. ജെയിംസ് ജെയിംസ് ആബ്. അപ്പം അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ പടം കുഞ്ഞനന്തൻ്റെ കടയിൽ അഭിനയിച്ചു. ഈ അറബിക്കഥയുടെ ആഘോഷം എറണാകുളം റിനേസൻസ് ഹോട്ടലിൽ വെച്ച് നടക്കുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രഗത്ഭമതികളായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ജോണി ആൻ്റണിയും എന്നോട് പറഞ്ഞു ഒരു പടത്തിൽ ആളെന്ന് അഭിനയിക്കുക. അങ്ങനെ സൈക്കിളിൽ അഭിനയിച്ചു, ചെറിയ വേഷം. അങ്ങനെ പിന്നെ സുരാജ് വെഞ്ഞാറുമൂടിൻ്റെ കൂടെ അത് പേടിത്തൊണ്ടൻ, പിന്നെ നിക്കാഹ്, അത് നമ്മുടെ മരിച്ചുപോയ രാജുചേട്ടൻ്റെ കൂടെ. അങ്ങനെയുള്ള കുറച്ച് പടങ്ങൾ, കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പടം. എങ്ങനെയാണ് എൻ്റെ സിനിമാ ജീവിതം. പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രായമായി ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. കുടുംബം 3 മക്കള്, ഒരു ഭാര്യ. മകനെ നിങ്ങൾക്കറിയാലോ, അഭിലാഷ് അഭിവെങ്ങര, നിങ്ങളെ കൂടി ഉണ്ടായിരുന്നു. അപ്പം ഇതുണ്ട്, അപ്പം പാടും. പിന്നെ 2 പെൺകുട്ടികളാണ്, ഒരാൾ ഒമാനിലും ഒരാൾ നാട്ടിലും. മലയാളികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അറിയാത്ത ഒരുപാട് കഥകൾ KPK പറഞ്ഞു. ഇവിടുത്തെ റേഡിയോ ചരിത്രം, അതുപോലെ തന്നെ KPKയുടെ ചരിത്രം, ഇനിയും ഒരുപാട് നല്ല നല്ല രീതിയിൽ നല്ല പ്രവാസികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒരുപാട് ഗുണപ്രദമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ സന്തോഷം. അങ്ങനെ തന്നെ ഒരാൾക്കും ഒരു ദ്രോഹമില്ലാതെ ഏത് എതിരനുഭവങ്ങളെയും സന്തോഷപ്രദമാക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇങ്ങനെ ജീവിച്ചു പോയി.